നമസ്കാരം. ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിന്റെ പീഠാനുഭവ സമൃദ്ധിയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ചു. വൈകിട്ട് 4:30 ഇടവക അതിർത്തിയിലൂടെ പരിഹാര പ്രദക്ഷിണവും പീഠാനുഭവ സന്ദേശവും ഉണ്ടായിരിക്കും. നാട്ടികയിലെ CPM കുടുംബയോഗങ്ങൾക്ക് തുടക്കമായി. ചേർക്കരയിൽ ചേർന്ന കുടുംബയോഗം CPIM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി KP ഹംസ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, ബൂത്ത് സെക്രട്ടറി AN സുധീർ, ദിൽഷാദ്, AR ബാബു, ജൂബി പ്രദീപ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന അണ്ഡെഴുത്ത് രാജീവ്, സുഷമ രാജീവ്, മകൾ നന്ദന എന്നിവർ കോൺഗ്രസ് വിട്ട് CPIMനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഹാരാർപ്പണം ചെയ്ത് കുടുംബത്തെ സ്വീകരിച്ചു. അഹങ്കാരത്തിന്റെ മുനയൊടിക്കുന്ന അനീതിയെ തുരത്തിയ അനുഭവങ്ങളാണ് ബദർ സമ്മാനിക്കുന്നതെന്ന് എഴുത്തുകാരൻ ബാപ്പു വലപ്പാട്. വടനപ്പള്ളി മദർ ഇസ്ലാമിക് അക്കാദമിയിൽ നടന്ന ബദർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജംഷീർ ബാഖവി വെങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഫാക്കിഖ് പുവാരി, കാമിൽ ഹാറൂനി കാളിയാറോഡ് വിഷയാവതരണം നടത്തി. അബ്ദുൾ റഷീദ് സഖാഫി ചെറുത്തുരുത്തി ബദർ മൗലീദിന് നേതൃത്വം നൽകി. ഹാഫിൽ വാജിദ് സഖാഫി താമരശ്ശേരി പ്രാർത്ഥന നിർവഹിച്ചു. ഷമീർ സഖാവി അന്തിക്കാട്, അൻവർ ഹുസൈൻ ഹാജി വാടാനപ്പള്ളി എന്നിവർ സംസാരിച്ചു. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിന് വടക്കുവശം താമസിക്കുന്ന 82കാരനെ കാണാനില്ലെന്ന് പരാതി. നാട്ടിക സ്വദേശി പുത്തൻപുര ശങ്കരൻ മകൻ ഭാസ്കരൻ എന്ന ആളെയാണ് വ്യാഴാഴ്ച ഉച്ച മുതൽ കാണാതായിട്ടുള്ളത്. ഇരുനിറവും കാണാതാകുമ്പോഴത്തെ വേഷം വെള്ളമുണ്ടും ഷർട്ടുമായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വലപ്പാട് പോലീസ് സ്റ്റേഷനിലോ 8281872255 അല്ലെങ്കിൽ 9847862281 എന്നീ ഫോൺ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ്. തളിക്കുളം ബദരിയ മസ്ജിദിൽ മതസൗഹാർദ്ദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. വലപ്പാട് മഹൽ ഖത്തീബ് സമദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AA ബഷീർ അധ്യക്ഷത വഹിച്ചു. പള്ളി ഇമാം മജീദ് മുസ്ലിയാർ ബദർ സന്ദേശം നൽകി. സെക്രട്ടറി സിറാജുദ്ദീൻ, ട്രഷറർ AA ബക്കർ, ഷെലിൻ, ശശീന്ദ്രൻ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 300ഓളം പേർ പങ്കെടുത്ത സമൂഹ നോമ്പുതുറയും നടന്നു. ഇതോടുകൂടി ഗ്രാമി ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.